ഗുഡ് മോർണിംഗ്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ ലൈൻ എന്നാണ്. അപ്പോൾ നമുക്കറിയാം ടാൻജൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കേർവ് അല്ലെങ്കിൽ ഒരു സർക്കിളിൽ ഒരു പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാൻജൻ്റ് എന്ന് പറയുന്നത്. സീക്കൻ ലൈൻ എന്ന് വെച്ചാൽ ആ കേർവിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ ലൈൻസിനെയും നമ്മൾ സീക്കൻ ലൈൻ എന്ന് പറയും. അപ്പോൾ ടാൻജൻ ലൈനിൻ്റെ ഫോർമുല കണ്ടുപിടിക്കാൻ, ടാൻജൻ്റെ ഫോർമുല അല്ലെങ്കിൽ ടാൻജൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾ +2 ശരിക്കും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ ലൈൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കുറേ സീക്കൻ ലൈൻ ഉണ്ട്. ഈ സീക്കൻ ലൈന് മെല്ലെ ഈ ടാൻജൻ ലൈനോട്ട് അപ്രോച്ച് ചെയ്തിട്ടാണ് നമ്മളിവിടെ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് കണ്ടുപിടിക്കുന്നത്. അതായത് ഈ സീക്കൻ ലൈനിലെ സ്ലോപ്പൊക്കെ കണ്ടുപിടിച്ച് അതിങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് ഒറ്റ പോയിൻറ്റിലോട്ട് വരുന്നുണ്ടാവും. അതായത് കേർവിൽ ഒറ്റ പോയിൻറ്റിലോട്ട് വരുന്ന ആ ലൈനിലോട്ട് മാറുമ്പോഴാണ് നമുക്കതിന് ടാൻജൻ ലൈൻ അല്ലെങ്കിൽ ടാൻജൻ ലൈനിന് സ്ലോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കുകയൊന്നും വേണ്ട. എന്താണ് ഫോർമുലാസ് എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് പോയിൻറ്റ്സ് ഓൺ കേർവിൽ 2 പോയിൻറ്റ്സ് ആണ് പിയും ക്യൂവും. പി എന്ന പോയിൻ്റ് x0 y0 എന്ന് എടുത്തു. ക്യൂ എന്ന പോയിൻറ്റിന് x0 + Δx y0 + Δy എന്ന് എടുത്തു. സിൻസ് ദേ ആർ ദ പോയിൻറ്റ്സ് ഓൺ ദി കർവ് y = f of x, അപ്പോൾ y0 = f of x0 ആൻഡ് y0 + Δy = f of x0 + Δx. അപ്പോൾ നമുക്കറിയാം പിയും ക്യൂവും കേർവിലെ പോയിൻ്റാണ്. അതുകൊണ്ട് f of x0 y = f of x എന്നാണ് കേർവിന് നമ്മൾ പറയുന്നത് അല്ലേ. y = f of x ആണ് കേർവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ y0 എന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ f of x0 ആണ്. y0 + Δy എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ f of x0 + Δx ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി സീക്കൻ ലൈൻ പി ക്യൂ എന്ന ആ സീക്കൻ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2 പോയിൻ്റ് ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ x1 y1 ഉം x2 y2 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് y2 - y1 / x2 - x1 എന്ന ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഈ സീക്കൻ ലൈൻ പി ക്യൂൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് y0 + Δy - y0 / x0 + Δx - x0 which is equal to y0 ന്യൂമറേറ്ററിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ Δy എന്ന് കിട്ടും. x0 ഡിനോമിനേറ്ററിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് Δx കിട്ടും. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി സീക്കൻ പി ക്യൂ എന്ന് പറയുന്നത് Δy / Δx ആണെന്ന് വരും. സോ Δy എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y0 + Δy - y0 എന്നാണല്ലോ നമ്മൾ എഴുതുക. y0 + Δy എന്ന് പറഞ്ഞാൽ f of x0 + Δx മൈനസ് f of x0 ആണ്. y0 എന്ന് പറഞ്ഞാൽ f of x0 ആണ്. അപ്പോൾ ഇതാണ് Δyയുടെ ഫോർമുല. ഇതിൽ Δx നിയർലി 0 അപ്രോച്ച് ചെയ്യാണ്. സോ x0 ബീങ് ഫിക്സ്ഡ് the secant line PQ come close to the tangent line at P. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ Δx എന്ന് പറയുന്ന ആ സ്മോളായി വരികയാണ്. അതായത് 0 അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ PQ എന്ന സീക്കൻ ലൈൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് ടാൻജൻ ലൈനിലോട്ട് വരും, ക്ലോസ് ആയിട്ട് ടാൻജൻ ലൈനിലോട്ട് വരും. ഹെൻസ് ദ സ്ലോപ്പ് ഓഫ് ദി Δy / Δx ഓഫ് ദി സീക്കൻ ലൈൻ കം ക്ലോസ് ടു ദ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ ലൈൻ അറ്റ് P. അപ്പോൾ സീക്കൻ ലൈനിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻജൻ ലൈൻ സ്ലോപ്പിലോട്ട് അപ്രോച്ച് ആയിട്ട് ക്ലോസ് ആയിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഇതിൻ്റെ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. അതായത് സീക്കൻ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, അതിൽ Δx എന്ന് പറയുന്നത് 0 അപ്രോച്ച് ചെയ്യുന്നു എന്നും കാണിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ടാൻജൻ ലൈനിന് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു സ്റ്റെപ്സുകളാണ് പറയുന്നത് നെക്സ്റ്റ്. അപ്പോൾ ഗിവൺ ഈ ഫംഗ്ഷൻ y = f of x, ദ ഇവാലുവേഷൻ ഓഫ് സ്ലോപ്പ് ഓഫ് ടാൻജൻ ടു ഇറ്റ്സ് ഗ്രാഫ് അറ്റ് പോയിൻറ്റ് p x0 y0 കൺസിസ്റ്റിംഗ് ഓഫ് ഫോളോവിങ് സ്റ്റെപ്പ്. അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി സീക്കൻ പി ക്യൂ വേർ ക്യൂ = x0 + Δx y0 + Δy. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സീക്കനിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ സ്ലോപ്പ് എന്ന് വെച്ചാൽ Δy / Δx which is equal to f of x0 + Δx - f of x0 / Δx. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സീക്കനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ സ്റ്റെപ്പ് 2 സിംപ്ലിഫൈ യുവർ എക്സ്പ്രഷൻ ഫോർ Δy / Δx ആസ് മച്ച് ആസ് പോസിബിൾ. Δy / Δxനെ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം സിംപ്ലിഫൈ ചെയ്തിട്ട് ബൈ ക്യാൻസലിങ് Δx ഫ്രം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ
ഫോർ വെറെവർ യു ക്യാൻ. നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള ഡെൽറ്റ എക്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ഇനി സ്റ്റെപ്പ് 3 നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈൻഡ് ദ നമ്പർ എം ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റഡ് ബൈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഫോർ ഡെൽറ്റ എക്സ് ഈസ് സഫീഷ്യൻ്റ്ലി സ്മോൾ. ഡെൽറ്റ എക്സ് സ്മോളായി വരുമ്പോൾ അപ്രോക്സിമേറ്റ് ചെയ്ത് ഡെൽറ്റ എക്സ് സ്മോൾ ആകുമ്പോഴുള്ള ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ എന്ത് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം ഞാൻ തരാം. പ്രോബ്ലം എന്ന് വെച്ചാൽ യൂസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് ടു ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി tangent line to the graph of the function y equal to 5x square minus 3x plus 1 at the point x not equal to 1. x not equal to 1 എന്ന പോയിൻറ്റിൽ ഈ ഫംഗ്ഷൻ, അതായത് ഈ ഗ്രാഫിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട്, നമുക്ക് കുറേ മെത്തേഡ് നമ്മൾ മുന്നേക്ക് പഠിച്ചിട്ടുണ്ട് +1, പക്ഷേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡാണ്. അതാണ് യൂസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയാൻ കാരണം. ഇനി ഇതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് പറഞ്ഞ ഫോർമുല ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. സോ അതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്നാണ്. അപ്പോൾ ആദ്യം എഫ് ഓഫ് എക്സ് നമ്മളുടെ ഗിവൺ കർവാണ്. അത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 5x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 എന്ന് തന്നു. അത് നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 എഴുതി. ഇനി എക്സ് നോട്ടിൽ എഫ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കണം. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 ആണ്. അപ്പോൾ 5 × 1 സ്ക്വയർ മൈനസ് 3 × 1 പ്ലസ് 1 കിട്ടി. സോ ഈക്വൽ ടു 5 മൈനസ് 3 പ്ലസ് 1 ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കാണിക്കണം. അപ്പോൾ ഈ എക്സിൻ്റെ പ്ലേസിലൊക്കെ അല്ലെങ്കിൽ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കണം. അപ്പോൾ 5 × എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 3 × എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് 1 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 5 × എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 2 എക്സ് നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ മൈനസ് 3 × എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് 1 എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 5x naught square plus 10x naught delta x plus 5 × delta x square minus 3x naught minus 3 × delta x plus 1 വരും. സോ 5 × 1 സ്ക്വയർ, കാരണം എക്സ് നോട്ടിന് 1 കൊടുക്കുന്നത്, 5 × 1 സ്ക്വയർ പ്ലസ് 10 × 1 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് 5 × ഡെൽറ്റ എക്സ് സ്ക്വയർ മൈനസ് 3 × 1 മൈനസ് 3 × ഡെൽറ്റ എക്സ് പ്ലസ് 1. മുകളിലത്തെ സ്റ്റെപ്പിൽ മൈനസ് 3x നോട്ട് മൈനസ് 3 ഡെൽറ്റ എക്സ് ആണ്. അത് എഴുതി വന്നപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 10 × ഡെൽറ്റ എക്സ് പ്ലസ് 5 × ഡെൽറ്റ എക്സ് സ്ക്വയർ മൈനസ് 3 ഡെൽറ്റ എക്സ് പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 × ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 7 ഡെൽറ്റ എക്സ് പ്ലസ് 3 എന്ന് കിട്ടും. ഇല്ല, ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 5 ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 7 ഡെൽറ്റ എക്സ് പ്ലസ് 3 മൈനസ് 3 എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 5 ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 7 ഡെൽറ്റ എക്സ് എന്ന് വരും. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, സീക്കനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് അത് ഡെൽറ്റ എക്സ് സഫീഷ്യൻ്റ്ലി സ്മോൾ ആകുമ്പോൾ ആണ് നമ്മൾ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം സീക്കൻ്റെ സ്ലോപ്പ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 5 × ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 7 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് കോമൺ ആയി ന്യൂമറേറ്ററിന് ഔട്ട് സൈഡ് എടുത്തു. എന്നിട്ട് ഡിനോമിനേറ്ററിൽ ഡെൽറ്റ എക്സുമായി നമ്മൾ ക്യാൻസൽ ചെയ്തു. സോ വിച്ച് ഈസ് ഈക്വൽ ടു 5 × ഡെൽറ്റ എക്സ് പ്ലസ് 7 എന്ന് കിട്ടും. ഇനി ആസ് ഡെൽറ്റ എക്സ് ടേംസ് ടു 0, 5 × ഡെൽറ്റ എക്സ് പ്ലസ് 7 ബിക്കം അപ്രോക്സിമേറ്റ്ലി 7 അല്ലേ. അതായത് 5 × ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിൽ ഡെൽറ്റ എക്സ് 0 അപ്രോച്ച് ചെയ്യുമ്പോൾ 5 × ഡെൽറ്റ എക്സിൽ 5 × 0 അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ടേം പോയി. സോ 7. അപ്പോൾ നമ്മുടെ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ടു ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 7 ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ സീക്കൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഫോർമുല ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അത് കണ്ടുപിടിച്ചിട്ട് ഡെൽറ്റ എക്സിനെ 0 അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് അറ്റ് എ പോയിൻ്റ് എന്ന് കിട്ടും. ഞാൻ കുറച്ച് പ്രോബ്ലംസ് ഇവിടെ തന്നിട്ടുണ്ട്, അത് ചെയ്തു നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ.